നമസ്കാരം. RJBC ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗാസ സ്ട്രിപ്പിന് പുറത്തുള്ള നിരവധി സ്ഥലങ്ങളിൽ ഹമാസ് സമീപ ആഴ്ചകളിൽ നൂതന ആയുധങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആഫ്രിക്ക, യമൻ, അതിനെ പിന്തുണയ്ക്കുന്ന മറ്റു രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഹമാസ് സമീപ ആഴ്ചകളിൽ നൂതന ആയുധങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അടുത്ത ദിവസത്തിലേക്കുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായാണ് ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. സംഘടനയുടെ പദ്ധതി പ്രകാരം അവ കടത്തിക്കൊണ്ടുപോയി ഗാസ സ്ട്രിപ്പിനുള്ളിൽ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതായിരിക്കും. എല്ലാ കക്ഷികളും ഹമാസിനെ നിരായുധീകരിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. യുദ്ധാനന്തര ദിവസത്തിലേക്കുള്ള സംഘടനയുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളും ദീർഘകാല പദ്ധതികളുടെയും കൂടുതൽ തെളിവാണിത്. അന്താരാഷ്ട്ര സ്ഥിരത സേനയ്ക്കുള്ള അമേരിക്കൻ നിർദ്ദേശം നിരസിച്ചുകൊണ്ട് ഹമാസ് ഒരു ഔദ്യോഗിക പ്രസ്താവന പ്രസിദ്ധീകരിച്ചു. വിദേശ സൈനിക സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നില്ല, അത് അവർ നിരസിക്കുന്നു. ഹിസ്ബുള്ള തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നത് തുടരുമ്പോൾ വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ അത് തടയുന്നത് തുടരുകയാണ്. തെക്കൻ ലെബനിലെ മൻസൂരി പ്രദേശത്ത് ഹിസ്ബുള്ള ഭീകരൻ മുഹമ്മദ് അലി ഷുഹബ് ആക്രമിക്കപ്പെട്ടു. സാമ്പത്തിക സൈനിക വിഷയങ്ങൾ സംബന്ധിച്ച് ഭീകര സംഘടനയും പ്രാദേശികവാസികളും തമ്മിലുള്ള ആശയവിനിമയത്തിന് ഉത്തരവാദിയായ പ്രദേശത്തെ ഹിസ്ബുള്ളയുടെ പ്രാദേശിക പ്രതിനിധിയായി ഷുഹബ് സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. കൂടാതെ ഭീകര ഉപയോഗത്തിനായി സ്വകാര്യ സ്വത്തുക്കൾ ഭീകരർ പിടിച്ചെടുക്കുകയും ചെയ്തു. തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള ധാരണകളുടെ ഒരു ലംഘനമായിരുന്നു. ഗസയിൽ യുദ്ധം വീണ്ടും പുനരാരംഭിക്കാൻ സാധ്യത. UN സുരക്ഷാ കൗൺസിലിന്റെ മുന്നറിയിപ്പായി ട്രംപ്. സമാധാന കരാർ അംഗീകരിക്കുന്നില്ല എങ്കിൽ വീണ്ടും ശക്തമായ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ട്രംപ് ഇന്ന് പറയുകയുണ്ടായി. സൗദി അറേബ്യയിൽ ഒരു ഭീകരമായ ദുരന്തം ഉണ്ടായി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമായിരുന്ന ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുമായി പോയ ഒരു ബസ് ഒരു ഇന്ധന ടാങ്കറുമായി കൂട്ടിയിടിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം ആ ഭയാനകമായ അപകടത്തിൽ ഡസൻ കണക്കിന് ആളുകൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. US പിന്തുണയുള്ള UN നിർദ്ദേശം ഹമാസ് നിരസിച്ചു. പലസ്തീൻ രാഷ്ട്രത്തിന്റെ സ്വയം നിർണയ അവകാശം സംരക്ഷിക്കുന്നതിൽ ഹമാസ് പരാജയപ്പെട്ടുവെന്ന് അവകാശപ്പെട്ട് UN സുരക്ഷാ കൗൺസിലിൽ അവതരിപ്പിച്ച UN പിന്തുണയുള്ള കരട് പ്രമേയം ഹമാസ് പരസ്യമായി നിരസിച്ചു. ഗസയിലെ എല്ലാ ഇസ്രായേലി സൈനിക പ്രവർത്തനങ്ങളെയും തടയുന്ന ഒരു നിർബന്ധിത പ്രമേയം ഗ്രൂപ്പ് ആഗ്രഹിക്കുന്നതായും സ്വന്തം പ്രവർത്തനങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമായ ഒരു അന്താരാഷ്ട്ര സമാധാന സേനയെ വിന്യസിക്കണമെന്നും വക്താവ് ഹസീം പറയുകയുണ്ടായി. ഗസയെ നിരായുധീകരിക്കുന്നതിലും മാനുഷിക സഹായമായി അവതരിപ്പിക്കുന്നതിലുമാണ് അമേരിക്കൻ നിർദ്ദേശം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് സംഘടനയുടെ പത്രമായ ഫലസ്തീൻ വാദിച്ചു. ഗസയിലെ ഏതൊരു പരിവർത്തന അന്താരാഷ്ട്ര ഭരണകൂടത്തെയും മേൽനോട്ടയും ഹമാസ് ശക്തമായി എതിർക്കുന്നു. കാരണം അത്തരം ക്രമീകരണങ്ങൾ അതിൻ്റെ ശക്തിയെ നിയന്ത്രിക്കുകയും ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾക്ക് ഒരു താവളമായി ഈ പ്രദേശം ഉപയോഗിക്കുന്നത് തുടരുന്നെന്ന് ഗ്രൂപ്പ് തടയുകയും ചെയ്യുന്നതാണ് കാരണം. ഹമാസ് ഭീകരർ ഗസ സിറ്റിയിലെ ഇന്റർനാഷണൽ റെഡ് ക്രോസിന് ഒരു ഇസ്രായേലി ബന്ദിയുടെ മൃതദേഹം കൈമാറിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ സ്ഥലത്തെ സംഭവ വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇസ്രായേലി ലൈവ് ബ്ലോഗ് വഴിയാണ് അപ്ഡേറ്റ് ചെയ്തത്. ഇതുവരെ ആരുടെയും മൃതദേഹങ്ങൾ കൈമാറിയതിനെക്കുറിച്ച് ഹമാസിൽ നിന്നോ ഇസ്രായേലി അധികൃതരിൽ നിന്നോ ഔദ്യോഗിക പ്രസ്താവനയൊന്നും റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഗസയിലെ റെഡ് ക്രോസിന് ഹമാസ് കൈമാറിയത് ഒരു ഇസ്രായേലി ബന്ദിയുടെ മൃതദേഹമല്ലെന്നും ഇസ്രായേൽ പ്രത്യേകമായി പരിശോധിക്കാൻ ആവശ്യപ്പെട്ട ഫോറൻസിക്കൽ കണ്ടെത്തലുകൾ ആണെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നു. ഒരു ബന്ദിയുടെ മൃതദേഹം തിരികെ നൽകിയെന്ന അൽ ജസീറയുടെയും മറ്റുള്ളവരുടെയും അവകാശവാദങ്ങളെ ഇത് ശക്തമായി നിരാകരിക്കുന്നു. റഫേലെ തുരങ്ക ശൃംഖലയിൽ ഒളിച്ചിരുന്ന തീവ്രവാദികൾ കീഴടങ്ങാൻ വിസമ്മതിക്കുന്നു. ഏകദേശം 100 തീവ്രവാദികളുണ്ട്. അവർ ചിലർക്ക് യുദ്ധപരിചയമുണ്ട്, മറ്റുള്ളവർ അടുത്തിടെ റിക്രൂട്ട് ചെയ്തവരാണ്. മരിച്ച 3 ബന്ദികളെ ഇതുവരെ സംസ്കരിക്കാൻ തിരിച്ചയച്ചിട്ടില്ലാത്തവരെ ഇസ്രായേൽ മറക്കണമെന്ന് ഹമാസ് ആഗ്രഹിക്കുന്നു. ഘട്ടത്തിലേക്ക് നീങ്ങുക, ഗാസ പുനർനിർമ്മാണം, അതാണ് ഇനി വേണ്ടത് എന്നും ഹമാസ് അവകാശപ്പെടുന്നു. അതൊരിക്കലും നടക്കാത്ത ഒരു ആഗ്രഹമാണ് എന്നും ഇസ്രായേൽ പറയുന്നു. യാത്രയ്ക്കും ഗതാഗതത്തിനുമായി ഇന്ത്യൻ പൗരന്മാർക്ക് വിസ രഹിത പ്രവേശനം ഇറാൻ താൽക്കാലികമായി നിർത്തിവെച്ചു. നവംബർ 19 മുതൽ
പാസ്പോർട്ടുള്ള ഇന്ത്യൻ പൗരന്മാർ ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിനോ അതിലൂടെ സഞ്ചരിക്കുന്നതിനോ വിസ നേടേണ്ടതുണ്ട്. ഇറാൻ പ്രസ്താവന ഇറക്കിയുണ്ടായി. ഇന്ത്യൻ പൗരന്മാർക്ക് മുൻപ് 15 ദിവസത്തേക്ക് വിസയില്ലാതെ ഇറാനിൽ പ്രവേശിക്കാനുള്ള പദവി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പദവി റദ്ദാക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാനായി RGBC ഫോളോ ചെയ്യുക. താങ്ക് യു.